ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ഈ പരിയാപുരത്തിൽ വെച്ച ഒരു ടാങ്കർ ലോറി മറിഞ്ഞ് അപകടത്തിൽപ്പെടുന്നത്. അന്ന് ഈ സമീപ പ്രദേശങ്ങളിലെ കിണറുകളെല്ലാം ഡീസൽ കലർന്നതാ നമ്മുടെ ദൃശ്യങ്ങളിൽ ഉൾപ്പെടെ പ്രചരിച്ചതാണ്. ആ അപകടത്തിന് ശേഷം ഇവിടെ ഇത്തരത്തിൽ ഇൻഡിക്കേറ്റർ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. എങ്കിലും ഏതൊരു രാത്രിയിലും വീണ്ടും വലിയ ലോറികൾ ഉൾപ്പെടെ അപകടത്തിൽപ്പെടാനുള്ളൊരു സാധ്യതയാണ് ഈ വളവിലുള്ളത്. പ്രത്യേകിച്ചും പരിചിതമല്ലാത്ത ഡ്രൈവർമാർ നേരെ ഈ ഇറക്കത്തിലേക്ക് വാഹനം എടുക്കുന്നതാണ് പ്രധാനമായും ഈ പരിയാപുരത്തെ വളവിലെ അപകട കാരണം. ഈ മൂലയ്ക്ക് ഒരു മണൽ ലോറി രാത്രിയിൽ ആദ്യത്തെ അപകടമാണ്. അതിലൊരാൾ മരിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ടാങ്കർ, അതാണ് എല്ലാവരും അറിഞ്ഞ അപകടം. അതിനുശേഷം പ്ലാസ്റ്റിക് ഷീറ്റുകളും കയറ്റി വന്നൊരു ലോറി വീണ്ടും മറിഞ്ഞു. ഇതാ തൊട്ടപ്പുറത്ത് കാണുന്ന മതിലിൽ വേറൊരു വണ്ടി വന്നിടിച്ചു. ഈ കഴിഞ്ഞ ദിവസം കോൺക്രീറ്റ് മിക്സിംഗ് മെഷീനുമായിട്ട് പോയ വള്ളി പള്ളിയുടെ മുകളിൽ മറിഞ്ഞ് ഒരാൾ മരിച്ചിട്ടുണ്ട്. ഈ സിഗ്നലുകൾ വെച്ചാൽ പിന്നെ രാത്രിയിലെ അപകടങ്ങൾ കുറവുണ്ട്, അതൊരു യാഥാർത്ഥ്യമാണ്. പിന്നെ ഇവിടെ ലൈറ്റൊക്കെ ഇട്ടു, ലൈറ്റപ്പ് ചെയ്തിട്ടുണ്ട്, മൊത്തം പഞ്ചായത്ത് ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. കുറവുണ്ട്, പക്ഷേ ഇതിനൊരു പരിഹാരം എന്ന് പറയുന്നത് ഈ വളവ് നിവർക്കുക എന്നുള്ളതാണ്. ഈ മേഖലയിൽ അപകടം പതിവായപ്പോഴും സൈൻ ബോർഡുകളോ റിഫ്ലക്ടറോ ഒന്നും സ്ഥാപിച്ചിരുന്നില്ല. കഴിഞ്ഞ ഓഗസ്റ്റിൽ ടാങ്കർ മറിഞ്ഞുണ്ടായ അപകടത്തിന് പിന്നാലെ റിഫ്ലക്ടറുകൾ സ്ഥാപിച്ചു. എങ്കിലും അതൊരു ശാശ്വത പരിഹാരമല്ലെന്ന് നാട്ടുകാർ പറയുന്നു. എപ്പോൾ വേണേലും അപകടം നടക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ആ സാധ്യത മാറണമെങ്കിൽ നിർദ്ദേശങ്ങൾ കിട്ടുന്ന ആൾക്കാർക്ക് ഇവിടെ എല്ലാം ഇൻഡിക്കേറ്ററുകൾ വെച്ച് അവിടെ റിട്ടേൺ വാൾ കെട്ടി നികത്തി റിട്ടേൺ വാൾ കെട്ടി പോകണം. അത് സർക്കാർ അക്വയർ ചെയ്യണമെങ്കിൽ അക്വയർ ചെയ്യണം. ആരും ഇപ്പോൾ സൗജന്യമായിട്ട് ഹൈവേക്ക് സ്ഥലം കൊടുക്കില്ല. ഗവൺമെൻറ് അത് പണം മുടക്കി അക്വയർ ചെയ്യണം, എങ്കിലത് ശാശ്വതമാകും. വഴി പരിചിതരല്ലാത്തവരാണ് അധികവും അപകടത്തിൽപ്പെടുന്നത്. വളവ് നിവർത്തുകയാണ് ശാശ്വതമായ പരിഹാരം. എന്നാൽ ഉയർന്ന മേഖലയായതിനാൽ അതിന് പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ സുരക്ഷാ മതിലുകൾ സ്ഥാപിച്ചെങ്കിലും ഇനിയും ഒരു അപകടം ആവർത്തിക്കുന്നതിന് മുൻപ് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.